8ാം ക്ലാസ് CBSE മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായ റാഷണൽ നമ്പേഴ്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കമ്മ്യൂട്ടേറ്റിവിറ്റിയും അസോസിയേറ്റിവിറ്റിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടിയായ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന പ്രോപ്പർട്ടി പറയുന്നത് എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെന്താണോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നത്, ഇപ്പോൾ എ പ്ലസ് ബി ആണോ, എ ഇൻറ്റു ബി ആണോ, എ മൈനസ് ബി ആണോ, അതോ എ ഡിവൈഡഡ് ബൈ ബി ആണോ, അതേ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അതേ നമ്പേഴ്സ് തിരിച്ച് ചെയ്യുമ്പോഴും ഉണ്ടാവും, അതും ഈക്വൽ ആയിരിക്കണം. എ പ്ലസ് ബി ചെയ്യുന്ന കാര്യം തന്നെ ബി പ്ലസ് എ ചെയ്യണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് ഇൻഡിജേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലേ എന്ന് നോക്കാം. അപ്പോൾ 5, 7 എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുത്തെന്ന് വെച്ചു. അപ്പോൾ എയും ബിയും 5ഉം 7ഉം സമയത്ത് എ പ്ലസ് ബി, നമുക്ക് ആദ്യം പ്ലസിന്റെ കമ്മ്യൂട്ടേറ്റീവ് നോക്കാം. എ പ്ലസ് ബി ഇസിക്വൽ ടു ബി പ്ലസ് എ പ്രൂവ് ചെയ്യുന്നുണ്ടോ നോക്കാം. എ പ്ലസ് ബി 5 പ്ലസ് 7 ഇസിക്വൽ ടു 7 പ്ലസ് 5. എ പ്ലസ് ബി ഇസിക്വൽ ടു ബി പ്ലസ് എ. അപ്പോൾ 5 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ 12 ആണ്, 7 പ്ലസ് 5 എന്ന് പറഞ്ഞാലും 12 ആണ്. അപ്പോൾ രണ്ട് കേസിലും നമുക്ക് കിട്ടുന്ന ആൻസർ 12 ആണ്. അപ്പോൾ നമുക്ക് പറയാം എ പ്ലസ് ബി ഇസിക്വൽ ടു ബി പ്ലസ് എ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് സബ്സ്ട്രാക്ഷന്റെ കേസ് നോക്കാം. സബ്സ്ട്രാക്ഷൻ എ മൈനസ് ബി ഇസിക്വൽ ടു ബി മൈനസ് എ എന്ന് പ്രൂവ് ചെയ്താൽ കമ്മ്യൂട്ടേറ്റീവ് ആകും. അപ്പോൾ 5ഉം 7ഉം തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ എ മൈനസ് ബി 5 മൈനസ് 7 ഇസിക്വൽ ടു 7 മൈനസ് 5. അപ്പോൾ 5 മൈനസ് 7 എന്ന് പറയുന്നത് -2 ആണ്, ഇസ് ഈക്വൽ ടു 7 മൈനസ് 5 2 ആണ്. -2 ഇസ് ഈക്വൽ ടു 2 തെറ്റാണ്. -2 എന്ന് പറയുന്നത് 2 അല്ല. അപ്പോൾ -2 is not equal to 2. Therefore, a minus b is equal to b minus a is not commutative. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് നോക്കാം. a into b is equal to b into a ആണ്. 5ഉം 7ഉം തന്നെ. അപ്പോൾ 5 into 7 is equal to 7 into 5. 5 into 7 എന്ന് പറഞ്ഞാലും 7 into 5 എന്ന് പറഞ്ഞാലും 35 ആണ് ആൻസർ. അതുകൊണ്ട് a into b is equal to b into a is commutative എന്ന് പറയാം. ഇനി ഡിവിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലേ നോക്കാം. 5ഉം 7ഉം തന്നെയാണ് നമ്പേഴ്സ്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 7 ഇസ് ഈക്വൽ ടു 7 ഡിവൈഡ് ബൈ 5. ഒരിക്കലുമല്ല. 5 ഡിവൈഡ് ബൈ 7 is totally different from 7 divided by 5. So we can say that 5a divided by b is equal to b divided by a is not commutative. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഇൻഡിജേഴ്സിനെ ആണ് നോക്കിയത്. നമുക്ക് ഇനി റിയൽ നമ്പേഴ്സ് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലേ നോക്കാം. റിയൽ നമ്പേഴ്സിൽ മൈനസ് സബ്സ്ട്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലേ എന്ന് നോക്കാനാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് റിയൽ നമ്പേഴ്സ് മൈനസ് ചെയ്യുന്ന സമയത്ത് അത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 2/3 മൈനസ് 3/6 ഇസ് ഈക്വൽ ടു 3/6 മൈനസ് 2/3. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലയോ എന്ന് നോക്കാം. അപ്പോൾ 2/3ഉം 3/6ഉം അതിന്റെ LCM എങ്ങനെയാണ് കാണുക? LCM നമ്മൾ കാണുന്നതെല്ലാം കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LCM കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 3ഉം 6ഉം ആണ്. അപ്പോൾ 3 6ന്റെ ഫാക്ടർ ആണ്. അപ്പോൾ 6 ആയിരിക്കും അതിന്റെ LCM ആയിട്ട് വരിക. അപ്പം 3 into 2 ആണ് 6. അപ്പോൾ അടിയിൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് മുകളിലും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ മുകളിൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 4 ആവും. അപ്പോൾ 4 മൈനസ് 3 ഡിവൈഡ് ബൈ 6 എന്നാവും, 1/6 ആവും. ഇസ് ഈക്വൽ ടു അടുത്തത് 3/6ഉം 2/3 ആണ്. അപ്പോൾ 3/6ഉം അപ്പോൾ അവിടെ 3 മൈനസ് 2/6 ആണ്. അപ്പോൾ 2/3 ആണ്. 2/3 എങ്ങനെയാണ് ചെയ്യുക? 3 into 2 മുകളിൽ ഇൻറ്റു 2. അപ്പോൾ 3 മൈനസ് 4 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. 3 മൈനസ് 4 എന്ന് പറയുന്നത് -1 ആണ്. -1/6 എന്ന് കിട്ടും. അപ്പോൾ 1/6 ഇസ് ഈക്വൽ ടു -1/6 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ. 1/6 എന്ന് പറയുന്നത് -1/6നോട് ഈക്വൽ അല്ല. അതുകൊണ്ട് a മൈനസ് ബി ഇസ് ഈക്വൽ ടു ബി മൈനസ് എ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇറ്റ്സ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എഡീഷനും മൾട്ടിപ്ലിക്കേഷനും എന്ന് പറഞ്ഞ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ എപ്പോഴും അത് സാറ്റിസ്ഫൈ ആകും, അല്ലെങ്കിൽ എപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അവിടെ നിലനിൽക്കും. പക്ഷേ സബ്സ്ട്രാക്ഷനും ഡിവിഷനും എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ അത് അവിടെ സാറ്റിസ്ഫൈ ആവുകയില്ല. അതെല്ലാ കേസിലും, ഇപ്പോൾ നാച്ചുറൽ നമ്പർ ആയാലും ഹോൾ നമ്പർ ആയാലും റിയൽ നമ്പേഴ്സ് ആയാലും റാഷണൽ നമ്പേഴ്സ് ആയാലും അതെല്ലാ കേസിലും സിമിലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിൽ 2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതും കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്
ഇപ്പോൾ 3 നമ്പർ ഉണ്ടാവും, എ ബി സി എന്ന് പറയുന്ന 3 നമ്പർ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ പ്ലസ് ആണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്ന നമ്പർ, എ പ്ലസ് ബി ഒരു ബ്രാക്കറ്റിനുള്ളിൽ പ്ലസ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഒരു ബ്രാക്കറ്റിനുള്ളിൽ. ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമുക്ക് അസോസിയേറ്റിവിറ്റി ഇൻ സബ്സ്ട്രാക്ഷൻ, അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിലെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ റിയൽ നമ്പേഴ്സിന്റെ റാഷണൽ നമ്പേഴ്സിന്റെ ആണ് സബ്സ്ട്രാക്ഷൻ ചെയ്യുന്നത്. 3/7 മൈനസ് 4/6 ബ്രാക്കറ്റിനുള്ളിൽ മൈനസ് 3/8 is equal to 3/7 മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ 4/6 മൈനസ് 3/8. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. അപ്പോൾ 3/7 മൈനസ് 4/6 അതാണ് ബ്രാക്കറ്റിനുള്ളിലാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 7-ന്റെയും 6-ന്റെയും LCM നമുക്കറിയാം 42 ആണ്. 7 × 6 42. അപ്പോൾ 7 6 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 42. അപ്പോൾ 7 × 6 ആകുമ്പോൾ അതേ നമ്പർ മുകളിൽ ന്യൂമറേറ്ററും ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3 × 6 എന്ന് പറഞ്ഞാൽ 18 ആവും. മൈനസ് 6 × 7 ആണ് 42. അപ്പോൾ 6 × 7 ആണെങ്കിൽ മുകളിലത്തെ 4ഉം 7 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യേണ്ടി വരും. അപ്പോൾ 4 × 7 28 ആകും. അപ്പോൾ 18 മൈനസ് 28 ഡിവൈഡ് ബൈ 42 എന്ന് വരും. 18 മൈനസ് 28 എന്ന് പറഞ്ഞാൽ -10 ആണ്. -10 ഡിവൈഡ് ബൈ 42 എന്ന് കിട്ടും. അപ്പോൾ -10 ഡിവൈഡഡ് ബൈ 42 എന്ന് കിട്ടും. ഇനി നമുക്കത് ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -10 ഡിവൈഡ് ബൈ 48 മൈനസ് 3/8 ആണ്. അപ്പോൾ -10ന്റെ ക്രോസ് മൾട്ടിപ്ലൈ 8നോട് ചെയ്യുമ്പോൾ -10 × 8 എന്ന് വെച്ചാൽ -80 ആണ്. മൈനസ് 42 × 3 എന്ന് പറഞ്ഞാൽ 126 ആണ്. അപ്പോൾ -80 മൈനസ് 126 ഡിവൈഡഡ് ബൈ 42 × 8. 42 × 8 എന്ന് വെച്ചാൽ 6 1 ക്യാരി 256 ആണ്. സോ -80 മൈനസ് 126 ഡിവൈഡഡ് ബൈ 256 എന്ന് കിട്ടും. -80 മൈനസ് 20 മൈനസ് 126 എന്ന് പറഞ്ഞാൽ 6 0 1 ക്യാരി 206 എന്ന് കിട്ടും. -206 ഡിവൈഡഡ് ബൈ 256 എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകാം. 3/7 മൈനസ് നമുക്ക് ആദ്യം ആ ബ്രാക്കറ്റിനുള്ളിലാണ് സോൾവ് ചെയ്യേണ്ടത്. 6-ന്റെയും 8-ന്റെയും LCM 48 ആണ്. 48 എന്ന് കിട്ടും. അപ്പോൾ 4 ഇൻറ്റു അടിയിൽ 6 8നെ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 48 കിട്ടുന്നത്. അതുപോലെ തന്നെ ഡിനോമിനേറ്റർ ഇപ്പോൾ 8 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുണ്ട്. ന്യൂമറേറ്ററിനെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 4 × 8 മൈനസ് 3 ഇൻറ്റു 8നെ 6 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? 8നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് 48 കിട്ടുക. അതേപോലെ 3നെ നമ്മൾ 6 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 4 × 8 മൈനസ് 3 × 6. 4 × 8 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 32 ആണ്. 32 മൈനസ് 18 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 32 മൈനസ് 18 14 ആണ്. 14 ഡിവൈഡ് ബൈ 42 എന്ന് കിട്ടും. അത് വേണമെങ്കിൽ ഫർദർ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1/3 എന്നുള്ള രീതിയിലും എഴുതാം. അപ്പോൾ നമുക്ക് ഇപ്പം കിട്ടിയ 1/3ന്റെ കൂടെ 3/7 മൈനസ് ചെയ്യണം. അപ്പോൾ 3/7 മൈനസ് 1/3. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 3 മൈനസ് 7 × 1 ഡിവൈഡഡ് ബൈ 7 × 3 എന്ന് കിട്ടും. അപ്പോൾ 3 × 3 9 ആണ്. 9 മൈനസ് 7 ഡിവൈഡ് ബൈ 7 × 3 21 ആണ്. അപ്പം 2 ഡിവൈഡഡ് ബൈ 21 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് LHS മൈനസ് 206 ഡിവൈഡഡ് ബൈ 256 എന്ന് കിട്ടി. RHS 2 ഡിവൈഡ് ബൈ 21 എന്ന് കിട്ടി. സോ -206 ഡിവൈഡ് ബൈ 256 ഇസ് നോട്ട് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 21. അപ്പോൾ നമുക്ക് പറയാം A മൈനസ് B ബ്രാക്കറ്റിനുള്ളിൽ -C ഇസ് നോട്ട് ഈക്വൽ ടു A മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ B മൈനസ് C. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഒരു ക്വസ്റ്റ്യനിലൂടെ കടക്കാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി തെളിയിക്കുന്നത് ഇത് മൾട്ടിപ്ലിക്കേഷന്റെ ആണ്. A × B × C ഇസ് ഈക്വൽ ടു A × B × C. അത് അസോസിയേറ്റീവ് ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 3/5 × 4/7 × 4/3 is equal to 3/5 × 4/7 × 4/3. അപ്പോൾ ഇത് അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ 3/5 × 4/7 3 × 4 എത്രയാണ്? 12 ആണ്. 5 × 7 വെച്ചാൽ 35 ആണ്. അപ്പോൾ 12/35 എന്ന് കിട്ടി. × 4/3 അപ്പോൾ 12/35
ഇൻറ്റു 4/3 എന്ന് കിട്ടി. 12 ഇൻറ്റു 4 48 ആണ്. 35 ഇൻറ്റു 3 5 1 ക്യാരി 105 ആണ്. 48 ഡിവൈഡ് ബൈ 105 എന്നാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടിയത്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. 3/5 ഇൻറ്റു 4 ഇൻറ്റു 4 എത്രയാണ്? 16 ആണ് ബൈ 21. അപ്പോൾ 16 ഇൻറ്റു 3 എന്ന് പറയുന്നത് 48 ആണ്. 21 ഇൻറ്റു 5 എന്ന് പറയുന്നത് 105 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും 48 ഡിവൈഡ് ബൈ 105 എന്ന് കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡും 48 ഡിവൈഡ് ബൈ 105 എന്ന് കിട്ടി. അപ്പോൾ അതിന്റെ അർത്ഥം a ഇൻറ്റു ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു a ഇൻറ്റു ബി ഇൻറ്റു സി അസോസിയേറ്റീവ് ആണ് എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂട്ടേറ്റീവ് എന്താ അസോസിയേറ്റീവ് എന്താ എന്ന് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു.